Hi friends, നമുക്ക് അടുത്ത ടോപ്പിക്ക് തന്നെ മെഷർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതാണ് മെഷ് പ്രസിപ്പിറ്റേഷൻ ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് പ്രസിപ്പിറ്റേഷൻ. ഇത് നമ്മൾ പോകുന്നത് റെയിൻ പ്രസിപ്പിറ്റേഷനിൽ തന്നെ പ്രമുഖനായിട്ടുള്ളതാണ് റെയിൻഫോൾ അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷറിംഗ് റെയിൻഫോൾ. സോ വി നോ റെയിൻഫോൾ ഈസ് മെഷർഡ് ബൈ യൂസിങ് റെയിൻ ഗേജസ്. നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ടി വിയിലെ കാലാവസ്ഥയിൽ കണ്ടിട്ടില്ലേ, 10 സെൻറ്റിമീറ്റർ മഴ പെയ്തു. നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, ഇൻസ്ട്രുമെൻ്റാണ് റെയിൻ ഗേജസ്. അതിൻ്റെ റെയിൻ ഗേജസ് 2 ടൈപ്സ് ഉണ്ട്, നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് ആൻഡ് ഓട്ടോമാറ്റിക് റെയിൻ ഗേജ്. നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ അതിന് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് എന്നുകൂടി പേരുണ്ട്. നോൺ ഓട്ടോമാറ്റിക് ഓർ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സൈമൺസ് റെയിൻ ഗേജ്. നോൺ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഈ സൈമൺസ് റെയിൻ ഗേജ് ആണ് കോമൺലി യൂസ്ഡ് ഇൻ ഓൾ ഗവൺമെൻറ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. ഗവൺമെൻറ് റെയിൻ ഗേജ് സ്റ്റേഷൻസിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ സൈമൺസ് റെയിൻ ഗേജ് ആണ്. Even though it is non-automatic and non-recording, it is used commonly. Siemens rain gauge is commonly used in all government rain gauge stations. ഇതൊരു ഇമ്പോർട്ടൻറ്റ് PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സൈമൺസ് റെയിൻ ഗേജ് എന്നല്ല, ഈ റെക്കോർഡിംഗ് ടൈപ്പിനകത്തും ചോദിക്കാറുണ്ട്. നിങ്ങൾ ആ പേരുകൾ മാത്രം നമുക്ക് ഓർത്ത് വയ്ക്കുക. സോ ഇത് സൈമൺസ് റെയിൻ ഗേജ് ആൻഡ് ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇറ്റ് ഈസ് ഓൾസോ അതർവൈസ് നോൺ ആസ് റെക്കോർഡിംഗ് ടൈപ്പ്. ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് ഓർ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ്. അതിന് എക്സാമ്പിൾസ് ആണ് വേയിങ് ബക്കറ്റ് ടൈപ്പ്, വേയിങ് ബക്കറ്റ് ടൈപ്പ്, ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ്, ഫ്ലോട്ട് ഓർ സൈഫൺ ടൈപ്പ്. ഏതൊക്കെയാണ്? വേയിങ് ബക്കറ്റ് ടൈപ്പ്, ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ്, ഓൺ ഫ്ലോട്ട് ഓർ സൈഫൺ. Float or siphon type rain gauges. These are the examples of automatic rain gauges, and it is also automatic rain gauges are also known as recording type rain gauges. And these are the examples. And when we move on to non-automatic rain gauge, it is also known as non-recording type. And the commonly used non-recording type rain gauge is Siemens rain gauge, and it is commonly used in all government rain gauge stations. Okay. These are all about rain gauges, and rain gauges are the instrument used for measuring rainfall, measurement of rainfall. Okay, now we are moving to നമ്മളിപ്പോൾ ഒരു പെരിയാർ, ആലുവ റിവറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പല സ്ഥലത്ത് നമ്മൾ ഒരു ഏരിയ എടുക്കുകയാണ്, ഒരു ബേസിൻ എടുക്കുകയാണ്. അതായത് ഒരു റിവറിന് ചുറ്റിപ്പറ്റിയുള്ള ഒരു ബേസിൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ പല സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ആലുവയിൽ തന്നെ 2 ഏരിയ കൺസിഡർ ചെയ്ത് 2 സ്ഥലത്ത് 2 റെയിൻഫോൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 10 സ്റ്റേഷനിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും, റെയിൻ ഗേജ് വെച്ചിട്ടുണ്ടാവും എന്ന് വെച്ചോ. അപ്പോൾ 10 സ്റ്റേഷനിൽ റെയിൻ ഗേജ് വെച്ചിട്ടുണ്ടാവും. 10 സ്റ്റേഷൻ നമുക്ക് ഓരോ റെയിൻഫോൾ വാല്യൂസും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതിൽ 11ാമത്തെ സ്റ്റേഷനിൽ അല്ലെങ്കിൽ 10ാമത്തെ സ്റ്റേഷനിൽ 10 9 വർക്കിംഗ് ആണ്. 10ാമത്തെ സ്റ്റേഷനിൽ ഇരിക്കുന്ന റെയിൻ ഗേജ് വർക്ക് ചെയ്യണില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അവിടുത്തെ റെയിൻഫോൾ ഡേറ്റ മിസ്സിംഗ് ആണോ? 10 സ്റ്റേഷൻ ഉണ്ടായാൽ 9 സ്റ്റേഷനും റെയിൻഫോൾ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ 10ാമത്തെ സ്റ്റേഷനിൽ നമുക്ക് കിട്ടുന്നില്ല. അത് അവിടുത്തെ റെയിൻ ഗേജ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഡേറ്റ, അവിടുത്തെ ഡേറ്റ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ മിസ്സിംഗ് ഡേറ്റ ബാക്കിയുള്ള 9 സ്റ്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ മിസ്സിംഗ് റെയിൻഫോൾ ഡേറ്റ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. അതിനുള്ള 3 മെത്തേഡ്സാണ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, നോർമൽ റേഷ്യോ മെത്തേഡ് ആൻഡ് ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഈ മെത്തേഡ്സിൻ്റെ പേര് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ദീസ് ആർ ഓൾ ദി മെത്തേഡ്സ് ഫോർ എസ്റ്റിമേഷൻ ഓഫ്
മിസ്സിംഗ് റെയിൻഫോൾ. മിസ്സിംഗ് റെയിൻഫോൾ ഒരു ഏതൊരു സ്റ്റേഷൻ്റെ ഡേറ്റ എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സാണെങ്കിൽ ആ സ്റ്റേഷനിൻ്റെ ഡേറ്റ നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള സ്റ്റേഷൻ്റെ ഡേറ്റ വച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, നോർമൽ റേഷ്യോ മെത്തേഡ് ആൻഡ് ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഓക്കെ, ദീസ് ആർ ദ 3 മെത്തേഡ്സ് ഫോർ എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ നമുക്ക് അറിയില്ല, കാരണം നമുക്ക് അവിടുത്തെ റെയിൻ ഗേജ് വർക്ക് ചെയ്യണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ട് അത് അവിടുത്തെ ഡേറ്റ മിസ്സിംഗ് ആണ്. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഊഹിക്കാം, ബാക്കിയുള്ള ചുറ്റുമുള്ള സ്റ്റേഷൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ മാത്രം. അതുകൊണ്ടാണ് അതിനെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദിസ് ആർ ദ മെത്തേഡ്സ്. ഈ പേരുകൾ മാത്രം ഓർത്തു വയ്ക്കുക. അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, നോർമൽ റേഷ്യോ മെത്തേഡ്, ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എഴുതിക്കോളണം. ദിസ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് മിസ്സിംഗ് റെയിൻഫോൾ ഡേറ്റ. ഓക്കെ, ഇതിപ്പോൾ മിസ്സിംഗ് റെയിൻഫോൾ ഡേറ്റയുടെ മെത്തേഡ്സ് ആയിരുന്നു. ഇനി നമുക്ക് വേറെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. Methods for computing average rainfall over a basin. Arithmetic mean method appara padichu. This is arithmetic average method. Arithmetic average method. Thiessen polygon method. നമുക്ക് ഡേറ്റ, നമുക്ക് മിസ്സിംഗ് ഒന്നുമില്ല, നമുക്ക് ഡേറ്റാസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പെരിയാർ റിവറിൻ്റെ, ആലുവയിലുള്ള പെരിയാർ റിവറിൻ്റെ ആ ബേസിൻ, ആലുവ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആലുവയിൽ നമ്മൾ 10 സ്ഥലങ്ങളായിട്ട് 10 റെയിൻ ഗേജ് വെച്ചിട്ടുണ്ട്. 10 വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആ 10 സ്റ്റേഷനിലെ റീഡിങ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ആലുവയുടെ ആവറേജ് കണ്ടുപിടിക്കാം. ആ 10 റെയിൻ ഗേജ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ട് ആലുവയുടെ ആവറേജ് റെയിൻഫോൾ, നമ്മൾ TV കണ്ടില്ല, തിരുവനന്തപുരം ഇത്ര സെൻറ്റിമീറ്റർ, ആലപ്പുഴ ഇത്ര, അതുപോലെ ആലുവ എന്നുള്ള സ്ഥലത്തിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് അരിത്തമെറ്റിക് മീൻ അപ്പർ എന്ത്, അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ്, തീസൺ പോളിഗൺ മെത്തേഡ്, ഐസോഹൈറ്റൽ മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രിഡ് പോയിന്റ് മെത്തേഡ്. ദീസ് ആർ ദ 4 മെത്തേഡ്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ആവറേജ് റെയിൻഫോൾ ഓവർ എ ബേസിൻ. ഒരു കാച്ച്മെൻറ്റ് ഏരിയയുടെ ആവറേജ് റെയിൻഫോൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് അരിത്തമെറ്റിക് ആവറേജ്, തീസൺ പോളിഗൺ, ഐസോഹൈറ്റൽ, ആൻഡ് ലാസ്റ്റ് വൺ ഗ്രിഡ് പോയിന്റ് മെത്തേഡ്. ഇതിൽ തീസൺ പോളിഗൺ ആണ് മോർ ആക്യുറേറ്റ് മെത്തേഡ്. ഇതാണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്, തീസൺ പോളിഗൺ ആണ്. ഓക്കെ, ദിസ് ഈസ് തീസൺ പോളിഗൺ മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഐസോഹൈറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഈക്വൽ റെയിൻഫോൾ ഉള്ള റീജിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന വരയാണ്, ഗ്രാഫാണ് ഐസോഹൈറ്റ്സ്. ആ 2 ഐസോഹൈറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏരിയ എടുത്തിട്ട് നമ്മളത് അത് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ദീസ് ആർ ദ 4 മെത്തേഡ്സ്: അരിത്തമെറ്റിക് ആവറേജ്, തീസൺ പോളിഗൺ, ഐസോഹൈറ്റൽ മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഗ്രിഡ് പോയിന്റ് മെത്തേഡ്.